ശുഭ നായറുള്ളതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഒരുപാട് ആൾക്കാരിപ്പോൾ ഓയിലിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ ദിവസം ഓഫർ ഇട്ടപ്പോൾ ആണ്ട് അവർ പറഞ്ഞതാ, ഇവർ പറഞ്ഞതാ, ആൻറ്റി പറഞ്ഞതാ, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു ഒത്തിരി ആൾക്കാർ എൻ്റെ ചാനൽ കാണാത്ത ആൾക്കാർ പോലും ഓയിലിനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാം ഓയിലിൻ്റെ ആണെങ്കിലും ഫേഷ്യലും പാക്കുകളും ഒക്കെ പറയുന്നതാണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം ഇന്ന് നമ്മൾ ഒരു ഫേഷ്യലുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒത്തിരി ദിവസമായില്ലേ നമ്മളൊരു ഫേഷ്യൽ ചെയ്തിട്ട്. എൻ്റെ മുഖം ഇപ്പോൾ ഞാൻ എന്നും നന്നായിട്ട് ഓയിലെല്ലാം തേച്ച് നല്ല കളറൊക്കെ വന്ന് നല്ല ഗ്ലോ ഒക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇന്ന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വാട്സപ്പിൽ ശുഭ ചേച്ചി വീട്ടിൽ തന്നെ ഇരുന്ന് പാർലറിൽ പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡെഡ് സെൽസും ഒക്കെ കളയാനായിട്ട് എന്തെങ്കിലും ഒരു നല്ല ഒരു വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ പോലത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഓയിലൊക്കെ തേച്ച് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. എനിക്കിപ്പോൾ ഒരു ഫേഷ്യൽ ഇങ്ങനെ ചെയ്യാനായിട്ടൊരു മൂഡ് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഫസ്റ്റ് തന്നെ നമ്മൾ പാർലറിൽ പോയാലും വീട്ടിൽ ഇരുന്നാലും ക്ലെൻസ് ചെയ്യുക. വീട്ടിലിരുന്ന് ചെയ്യുന്നതും കൊണ്ട് നമ്മൾ വെറുതെ നമ്മുടെ നോർമൽ വാട്ടറിൽ നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകണം. ഫേസ് വാഷ്, സോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനത്തെ നാച്ചുറൽ ടിപ്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫേസ് വാഷോ സോപ്പോ യൂസ് ചെയ്യരുത് കേട്ടോ. അതൊന്നാമത്തെ പ്രധാന കാര്യമാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇവിടെ സ്ക്രബാണ് കേട്ടോ. സ്ക്രബിനായിട്ട് നമ്മളിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിക്കകത്തോട്ട് കുറച്ച് തൈരാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. എൻ്റെ തൈരിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ തൈരിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴും എന്നെ ആദ്യമായിട്ട് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓയിലിൻ്റെ കാര്യം പറഞ്ഞും ഒക്കെ ഓരോരുത്തരൊക്കെ പറഞ്ഞ് ശുഭ നായർ വ്ലോഗിനെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നെ എപ്പോഴും കാണുന്നവർക്ക് മടുപ്പായെങ്കിൽ സോറി കേട്ടോ, എനിക്കിങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. തൈരിൻ്റെ വീഡിയോ ആണ് എന്നെ വൈറലാക്കി ശുഭ നായർ വ്ലോഗിനെ ലോകത്തെ അറിയിച്ചത്. അപ്പോൾ ഇത്രയും ജനങ്ങളിലേക്ക് എന്നെ ഇറങ്ങിക്കൊണ്ട് എന്നത് ആ ഒരു തൈരിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തൈരിന് അതുപോലെ ഗുണമുണ്ട്. നമ്മുടെ ഫേസിലിട്ട് കൊടുത്താൽ നമുക്ക് നല്ല ഗ്ലോ വരാനും കളർ വരാനും എല്ലാം നല്ലതാകട്ടോ. നമ്മുടെ പ്രായത്തെ വരെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനമാണ് നമ്മുടെ തൈരെന്ന് പറയുന്നത്. അപ്പോൾ ആരും അത് മറക്കരുത് കേട്ടോ. നമ്മൾ മോരുകറി വയ്ക്കാനാണെങ്കിലും നമ്മൾ പുളിശ്ശേരി രണ്ടും ഒന്നല്ലേ, എന്ത് ചെയ്യാനാണെങ്കിലും തൈര് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ തൈരെടുക്കുമ്പോൾ അതിൻ്റെ കുറച്ചെടുത്ത് നമ്മുടെ മുഖം നിറച്ചൊന്ന് തേച്ച് കൊടുക്കുക. കഴുത്തേലും കയ്യേലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാനും നമ്മളെ ഒന്ന് എന്താ പറയുന്നത്, നമ്മളെ ഒന്ന് സംരക്ഷിക്കാനും ഒക്കെ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കിക്കേ. ഒരു മാസം കൊണ്ട് നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പം വേറെ ആരും നമ്മുടെ കാര്യം നോക്കത്തില്ല. ഇപ്പം ദിനം പ്രതി പാർലറിൽ പോകണമെങ്കിൽ നല്ല ഒരു ക്യാഷ് ചിലവാകും ഇല്ലേ. അപ്പോൾ ഈ ക്യാഷൊന്നും ചിലവാക്കാതെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് ദിനം പ്രതി നമ്മൾ കുറച്ച് എണ്ണ ദേഹത്തും നമ്മുടെ മുഖത്തും ഒക്കെ തേച്ച് കൊടുക്കുക. പണ്ടൊക്കെ സന്യാസിമാർ പറഞ്ഞ കേൾക്കത്തില്ലേ, ജരാനരയുടെ കാര്യങ്ങളൊക്കെ പറയത്തില്ലേ, എണ്ണ തേച്ച് കുളിയുടെ പ്രാധാന്യം ഒക്കെ ഒരുപാട് നമ്മൾ ഒന്ന് കേട്ടിട്ടുള്ള കാര്യമല്ലേ. നിങ്ങൾ കുറച്ച് ഓയിൽ തേച്ച് വേണം എന്നും കുളിക്കാനായിട്ട് കേട്ടോ. ദേഹത്തൊന്നും തേക്കാൻ പറ്റിയില്ലെങ്കിലും കയ്യേലും കഴുത്തേലും ഫേസിലും ചെവിയേലും കാലിൻ്റെ അടിയിലും ഒക്കെ എന്നും ഒന്ന് ഓയിൽ തേച്ചൊന്ന് കുളിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു വാസ്തവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനീ പറയുന്നതല്ലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫേഷ്യലിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ അരിപ്പൊടിയും കുറച്ച് തൈരും എടുത്ത് നമ്മുടെ മുഖത്ത് ഒരു സ്ക്രബ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പം നന്നായിട്ട് റബ്ബ് ചെയ്യുന്നത് വഴി നമുക്ക് രക്തയോട്ടം കൂടുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഡ്രൈനെസ് ഒക്കെ മാറി നമ്മുടെ ചുളിവുകളൊക്കെ മാറാനും നമ്മുടെ നെറ്റിയിലുള്ള വരകളൊക്കെ മാറാനും ഒക്കെ നമുക്ക് നല്ല ഒരു 5 മിനിറ്റ് നേരം മൂക്കിൻ്റെ സൈഡിലത്തെ കറുപ്പ് പോകാൻ, നമ്മുടെ കണ്ണട വെച്ച പാടും, ഇപ്പം എൻ്റെ ഓയിൽ തേച്ച് കണ്ണട വെച്ച പാടും മൂക്കിൻ്റെ സൈഡിലത്തെ കറുപ്പും ചുണ്ടിൻ്റെ ഇവിടുത്തെ കറുപ്പും ഒക്കെ എല്ലാവരുടെയും മാറി കരിമങ്കലിയും ഒക്കെ മാറി സുന്ദരിയായിട്ട് അതിരിക്കുവാന്നറിയാം. എങ്കിലും എന്നെ കാണുന്നവർ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നെ കാണാത്തവർക്കും എൻ്റെ ഓയിലിനെ പറ്റി അറിയാത്തവർക്കും എൻ്റെ ഓയിലിനെ പറ്റി അറിയില്ല, എന്നെപ്പറ്റി അറിയില്ല അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഇത് നിങ്ങൾ, അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു നല്ല സ്ക്രബ് കൊടുത്തു, 5 മിനിറ്റ് മസാജ് ചെയ്യുക. 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ട് കഴുകിക്കളഞ്ഞിട്ട് നമ്മൾ ടവലൊന്നും എടുത്ത് ഉരച്ച് തേച്ച് തുടയ്ക്കല്, വെറുതെ ഒന്ന് ഒപ്പിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, മസാജ് കൊടുക്കണം അല്ലേ. മസാജ് കൊടുക്കാനായിട്ട് ഞാനിവിടെ എന്താണെന്നറിയാമോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നല്ലൊരു അലോവേരയുടെ ഒരു കഷ്ണം കേട്ടോ, നമ്മുടെ ഫ്രഷ് അലോവേര ഉണ്ട് അതെടുക്കാം, ബേബി അലോവേര ജെല്ല് കിട്ടും കേട്ടോ, അതുണ്ടെങ്കിൽ അതെടുക്കാം. അതെടുത്തിട്ട് നല്ല പോലെ, പിന്നെ അതിൻ്റെ കൂടെ അതിപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് അലോവേര ഇല്ല, ജെല്ലും ഇല്ല, തക്കാളി കാണുമല്ലോ വീട്ടിൽ, തക്കാളി കാണത്തില്ലേ, അപ്പോൾ ആ ഒരു തക്കാളി എടുത്തിട്ട് ഒരമുറി എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുമ്പോൾ കാക്കപ്പുള്ളികൾ, കറുത്ത പാടുകൾ, ഈ ടാൻ അടിച്ചിട്ടുള്ള ഭാഗങ്ങൾ എല്ലാം നല്ല ക്ലീനാകും. അപ്പോൾ നന്നായിട്ടൊരു 5-10 മിനിറ്റ് അങ്ങ് മസാജ് കൊടുക്കുക തക്കാളിയും കൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പായ്ക്ക് കൊടുക്കണമല്ലോ. അപ്പം തക്കാളിയും കൊണ്ട് പെട്ടെന്ന് മുഖത്തങ്ങ് തേച്ചങ്ങ് വിടരുത് കേട്ടോ. നമ്മൾ പാർലറിൽ എങ്ങനെ പോയാലും, ഞാൻ ഫേഷ്യൽ ചെയ്യുമ്പോൾ സാധാ ഫേഷ്യലാണേലും കൂടിയ ഫേഷ്യലാണേലും എല്ലാം ഞാൻ ഒരു 1-1.25 മണിക്കൂർ ഞാൻ മസാജ് കൊടുക്കും. നമ്മൾ ഫേഷ്യൽ ചെയ്യുക എന്ന് പറയുമ്പോൾ എടുക്കുന്ന ക്രീം, നമ്മുടെ പാർലറിലുള്ള ക്രീമുകൾ എടുത്ത്, നമുക്ക് കൂടിയ വലിയ നല്ല എക്സ്പെൻസീവായ ക്രീമുകൾ എടുക്കുവാണെങ്കിൽ നല്ല കളർ വരും കേട്ടോ. പിന്നെ നമ്മൾ സാധാ ഫേഷ്യലാണേലും കൂടിയ ഫേഷ്യലാണേലും എല്ലാം നമുക്ക് മസാജ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നല്ലൊരു മസാജ് കിട്ടുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ വരാനും, സ്കിന്നിന് നല്ല കളർ വരാനും, രക്തയോട്ടം കൂടി നല്ലൊരു രക്തത്തുടിപ്പ് എന്നൊക്കെ പറയുമല്ലേ, അത് നല്ല മുഖത്ത് വരാനും, ഒട്ടിയിരിക്കുന്ന കവളൊക്കെ ഒന്ന് നല്ല ഒരു ഇതാവാനും. എന്നോടൊരു കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊരു ചേച്ചി, ഞങ്ങൾ എണ്ണ തകൃതമായിട്ടും വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ചേച്ചി എന്നോട് വിളിച്ച് ചോദിച്ചു, ശുഭയ കവളുണ്ടാകാൻ എന്നാ ചെയ്യണമെന്ന്, ശുഭയുടെ ഓയിൽ തേച്ച കവൾ വെക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓയിലിൻ്റെ മസാജ് കാണിക്കുന്നതിനകത്ത് കവളുള്ളവരുടെയും കവളില്ലാത്തവരുടെയും മസാജ് ഞാൻ കാണിക്കുന്നുണ്ട്. കവളുള്ളവരാണെങ്കിൽ എപ്പോഴും കൈയുടെ തുമ്പ് കൊണ്ട് ഇങ്ങനത്തെ ഒരു മസാജേ കൊടുക്കാവുള്ളൂ. എനിക്കൊക്കെ മുഖം വലുതായി വരും മസാജ് കൊടുക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനത്തെ മസാജാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മേൽപോട്ടും, എന്നിട്ട് ഇവിടെ ഒരു പ്രഷർ പോയിന്റ് പിടിച്ച് നിർത്തിയാൽ മതി. അതേസമയം കവൾ ഒട്ടിപ്പോകുന്നവരാണെങ്കിൽ നമ്മുടെ ഉള്ളം കൈയിലേക്ക് ഓയിലെടുത്തിട്ട് അപ്വേഡ് ഡയറക്ഷനിൽ നല്ല റൗണ്ട് മസാജ് ഒരു 10-15 പ്രാവശ്യം ഒന്ന് കൊടുത്തു നോക്കിക്കേ. ഒരു 10 ദിവസം കൊണ്ട് നിങ്ങളുടെ കവളിനുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞു, സ്ക്രബ് കഴിഞ്ഞു, മസാജ് കഴിഞ്ഞു, തക്കാളി ഇട്ടാണ് നമ്മൾ മസാജ് ചെയ്തത്. ഇനി നമുക്കൊരു പായ്ക്ക് കൊടുക്കണം. പായ്ക്ക് കൊടുക്കാനായിട്ട് ഞാൻ എന്താണെന്നറിയാം ഇവിടെ എടുക്കുന്നത്, മുൾട്ടാണി മിട്ടി എടുക്കുന്നത് കേട്ടോ. മുൾട്ടാണി മിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ പോലും നമ്മൾ സാധാ ഫേഷ്യലിനും പായ്ക്കായിട്ടിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് മുൾട്ടാണി മിട്ടി. ചന്ദനപ്പൊടി, റോസ് വാട്ടറിനകത്ത് ഇതൊക്കെയായിരുന്നു പണ്ട് പാർലറുകളിൽ നമ്മൾ പായ്ക്കായിട്ടിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് എല്ലാ കിറ്റുകളുടെയും കൂടെയും പായ്ക്ക് സഹിതം വരാൻ തുടങ്ങിയത്. എന്നാലും ചിലരൊക്കെ പാർലറുകളിൽ ക്ലീനപ്പിന് ഈ കുരുവും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ മിൽട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും കുരുവൊക്കെ ഉള്ള സ്കിന്നാണെങ്കിലും എല്ലാ സ്കിന്നിനും പറ്റിയ ഒരു ഫേഷ്യലാണ് ഞാനിപ്പം പറഞ്ഞത്. അതുകൊണ്ടാണ് മുൾട്ടാണി മിട്ടിയും കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട്, നല്ല തണുപ്പല്ലേ അതിന്, ഫേസ് മുഴുവൻ ഇട്ട് കൊടുക്കുക, കഴുത്തേൽ വിട്ട് കൊടുക്കുക, എന്താണെങ്കിലും മുഖത്തിട്ടാൽ അതിൻ്റെ കൂടെ കഴുത്തേൽ വിട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കാൻ പറ്റും. കുറച്ച് സമയം എടുത്ത് ഫേഷ്യൽ ചെയ്യുക. നിങ്ങൾ പാർലറിൽ പോയി 1-2 മണിക്കൂർ സമയം കളയുന്നത് നമ്മുടെ വീട്ടിലിരുന്ന് നാച്ചുറൽ ടിപ്സ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഫേഷ്യലൊന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും സൂപ്പറായിരിക്കും. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ് ഇപ്പം പറഞ്ഞത്. പിന്നെ മിൽട്ടാണി മിട്ടി ആയതും കൊണ്ട് ഒരു 15 മിനിറ്റിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. അത്രയും നേരം വെച്ചുകൊണ്ടിരുന്നിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ, മുൾട്ടാണി മിട്ടി ആയതും കൊണ്ട് ഒരു മോയ്സ്ചറൈസർ കയ്യിലുണ്ടെങ്കിൽ ഒരു സ്വല്പം ഒരു ഡോട്ട് എടുത്താൽ മതി, നല്ലപോലെ ഒന്ന് മുഖത്തൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. മുഖത്തിന് വരുന്ന മാറ്റം നമുക്കറിയാൻ പറ്റും. സൂപ്പറായിട്ട് നമുക്ക് മാറ്റം അറിയാൻ പറ്റും. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഫേഷ്യലിൻ്റെ കാര്യം തീർന്നു കേട്ടോ. നമ്മുടെ ഓയിൽ 2 ദിവസം അവധി ഉണ്ടായിരുന്നു, പെസക, വ്യാഴം, ദുഃഖവെള്ളി. അപ്പോൾ ഈ 2 ദിവസവും കൊറിയർ ഓഫീസ് ഇല്ലായിരുന്നതും കൊണ്ടും നമ്മൾക്ക് ഓയിലിന് ആരും ധൃതി കൂട്ടരുത് കേട്ടോ. ഞാൻ ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുക. ഇന്നും നമ്മുടെ കൊറിയർ പോയിട്ടുണ്ട്. അപ്പം നാളെ ഇനി
നാളെ ഈസ്റ്ററാണ്, സൺഡേ ആണ്. അപ്പം എല്ലാവർക്കും ഈസ്റ്റർ കേട്ടോ. ഈസ്റ്ററിൻ്റെ ഒരു ഇത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ നാളെയും നമുക്ക് കൊറിയർ ഓഫീസ് അവധിയാണ് കേട്ടോ. അപ്പം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് എല്ലാവരുടെയും ഓയിൽ നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും. അപ്പോൾ ബുക്ക് ചെയ്യുന്നവർ ഇന്ന് ചെയ്തോണം. ഞാൻ ഇന്നിരുന്നും നാളെ ഇരുന്നുമായിട്ട് ഫുള്ള് ഞാൻ ആൾക്കാരുടെയും അഡ്രസ്സ് എഴുതി അത് റെഡിയാക്കി വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും 2 ദിവസത്തിനുള്ളിൽ ഓയിൽ കിട്ടും. ആരും ധൃതി കൂട്ടരുത്. ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയില്ലേ. ഞാൻ 2 നേരമാണ് കൊറിയർ വിട്ടുകൊണ്ടിരുന്നത്. ആർക്കും ഒരു ഈ അവധി വരുന്നത് കണ്ടുകൊണ്ടാണ് മുൻകൂറായിട്ട് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് പോട്ടെ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എന്ത് നല്ല വീഡിയോസും എന്ത് നല്ല ഓയിലാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തരുന്നത്. നിങ്ങൾ വാങ്ങിച്ചവർ തന്നെ വീണ്ടും വീണ്ടും ശുഭേ എൻ്റെ കരിമംഗല്യം മാറി, എനിക്ക് അങ്ങനെ മാറി ഇങ്ങനെ മാറി, എൻ്റെ മുഖം വെളുത്ത് ഗ്ലോ വന്നു, എനിക്ക് ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കൊന്ന് 100K ആയി കാണാൻ എനിക്ക് ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ വേറൊന്നിനുമല്ല കേട്ടോ. 100K ആയിക്കഴിയുമ്പോൾ പ്ലേ ബട്ടൺ കിട്ടും. നമ്മുടെ യൂട്യൂബിൽ നിന്ന് വരും. നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു അംഗീകാരമാണ് പ്ലേ ബട്ടൺ. അതൊന്ന് കാണാനായിട്ട് ഭയങ്കര ധൃതിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്കത് വേഗം കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പ്ലീസ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.